അന്താരാഷ്ട്ര നിയമങ്ങളും മനുഷ്യാവകാശങ്ങളും നിരന്തരം ചർച്ച ചെയ്യപ്പെടുമ്പോഴും ഇസ്രായേലിന്റെ തടവറകളിൽ ഇന്നും ഫലസ്തീൻ തടവുകാർ അനുഭവിക്കുന്ന ക്രൂരതകൾ ലോകം കാണാതെ പോവുകയാണ്. ഇസ്താംബുളിൽ അടുത്തിടെ നടന്ന ഒരു മനുഷ്യാവകാശ കൂട്ടായ്മയിൽ ഇസ്രായേൽ ജയിലുകളിൽ നിന്ന് മോചിതരായ 3 ഫലസ്തീൻ മുൻ തടവുകാർ തങ്ങൾ നേരിട്ട നടുക്കുന്ന അനുഭവങ്ങൾ തുറന്നു പറയുകയുണ്ടായി. ഒക്ടോബർ 7-ന് ശേഷം ജയിലുകളിലെ പീഡനങ്ങൾ എങ്ങനെയാണ് കൂടുതൽ വ്യവസ്ഥാപിതവും ക്രൂരവുമായി മാറിയതെന്ന് ഈ 3 പേരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. കേവലം 20 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ നബ്ലൂസിൽ നിന്ന് ഇസ്രായേൽ സൈന്യം സയ്യിദ് അഹമ്മദ് സയ്യിദ് എന്ന ഫലസ്തീൻ പൗരനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ പ്രതിരോധം തീർത്തു എന്നതായിരുന്നു ഇദ്ദേഹത്തിന് മേൽ ചുമത്തപ്പെട്ട കുറ്റം. തുടർന്നുള്ള നീണ്ട 30 വർഷക്കാലമാണ് സയ്യിദ് വിവിധ ഇസ്രായേലി തടവറകളിൽ പീഡിപ്പിക്കപ്പെട്ടത്. ദിവസേനയുള്ള ശാരീരിക മർദ്ദനങ്ങളും അപമാനങ്ങളും പതിവായിരുന്നു. എന്നാൽ സമീപകാലത്തായി ഇസ്രായേൽ ജയിലുകളിൽ തടവുകാർ നേരിടുന്ന ഏറ്റവും ഭയാനകമായ അവസ്ഥ ലൈംഗിക അതിക്രമങ്ങളാണ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു. തടവുകാരെ പൂർണ്ണ നഗ്നരാക്കി നിർത്തി അവരുടെ ലൈംഗികാവയവങ്ങളിൽ മർദ്ദിക്കുക, തടവുകാരെ പീഡിപ്പിക്കുന്നതിനായി പ്രത്യേകം പരിശീലിപ്പിച്ച നായ്ക്കളെ ഉപയോഗിക്കുക തുടങ്ങിയ അതിക്രൂരമായ വിനോദങ്ങൾ ജയിലുദ്യോഗസ്ഥർ അവിടെ നടപ്പിലാക്കുന്നുണ്ട്. 42 വയസ്സുള്ള നാഫിദ് നൈഫ് സലിം ഹാജ് ഹുസൈൻ എന്ന ഫലസ്തീനിയെ 2002-ൽ ഇസ്രായേൽ സൈന്യം തടവിലാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ 18 ദിവസം മാത്രം പ്രായമുള്ള മകനും 2.5 വയസ്സുള്ള മകളുമുണ്ടായിരുന്നു. വിവാഹിതനായ അദ്ദേഹത്തിന് ജയിലിൽ കിടന്ന ആദ്യത്തെ 5 വർഷക്കാലം തന്റെ ഭാര്യയൊന്ന് കാണാൻ പോലും അനുവാദമുണ്ടായിരുന്നില്ല. വിവിധ ഇസ്രായേലി ജയിലുകളിലായി നീണ്ട 24 വർഷങ്ങളാണ് നാഫിദ് ചെലവഴിച്ചത്. നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ അദ്ദേഹം മോചിതനായെങ്കിലും ഇസ്രായേലിന്റെ അധിനിവേശ നയങ്ങൾ കാരണം ഇന്നും അദ്ദേഹത്തിന് കുടുംബത്തോടൊപ്പം ജീവിക്കാൻ സാധിച്ചിട്ടില്ല. ഫലസ്തീനിൽ കഴിയുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിന് രാജ്യം വിട്ടുപോകാൻ ഇസ്രായേൽ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ജയിലിനുള്ളിൽ വെച്ച് മരിക്കുന്ന തടവുകാരുടെ മൃതദേഹങ്ങൾ പോലും കുടുംബങ്ങൾക്ക് വിട്ടു നൽകാതെ ഇസ്രായേൽ തടഞ്ഞു വെക്കുന്നു എന്ന് നാഫിദ് വ്യക്തമാക്കുന്നു. ഇത്രയധികം ക്രൂരതകൾ അനുഭവിച്ചിട്ടും ഈ ദുരിതങ്ങളൊന്നും തങ്ങളുടെ ജീവിതത്തെ തളർത്തിയിട്ടില്ലെന്നും സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള തങ്ങളുടെ ദേശസ്നേഹവും ദൃഢനിശ്ചയവുമാണ് തങ്ങളെ മുന്നോട്ട് നയിക്കുന്നതെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ജെറുസലേമിലെ സിൽവാൻ സ്വദേശിയായ 55-കാരൻ ഫഹദ് ഷൗലൂദിയുടെ അനുഭവങ്ങളും വ്യത്യസ്തമല്ല. വെറും 14-ാം വയസ്സിൽ ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ട ഫഹദ് തന്റെ ജീവിതകാലത്തിനിടയിൽ 20ഓളം വിവിധ ഇസ്രായേലി തടവറകളിലാണ് കഴിഞ്ഞിട്ടുള്ളത്. 2011-ൽ നടന്ന തടവുകാരുടെ കൈമാറ്റ ഉടമ്പടിയിലൂടെയാണ് ഫഹദിന് മോചനം ലഭിക്കുന്നത്. ഹീബ്രു ഭാഷ നന്നായി കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം ഇസ്രായേലി മാധ്യമങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ്. ഫഹദ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ജയിലിനുള്ളിലെ ഫലസ്തീൻ തടവുകാരുടെ ശക്തമായ ഐക്യത്തെക്കുറിച്ചാണ്. ജയിലിനുള്ളിൽ ഹമാസ്, ഫതഹ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സംഘടനകൾ എന്നിങ്ങനെ രാഷ്ട്രീയമായോ മതപരമായോ യാതൊരു ഭിന്നതയുമില്ലാതെ എല്ലാവരും ഒന്നിച്ചാണ് ഇസ്രായേലിനെതിരെ പ്രതിരോധം തീർക്കുന്നത്. പ്രമുഖ ഫലസ്തീൻ നേതാവായ മർവാൻ ബർഗൂദിയെ തടവുകാരെല്ലാം തങ്ങളുടെ പൊതു നേതാവായിട്ടാണ് കാണുന്നത്. കൂടാതെ ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു സർക്കാരിന്റെ തീവ്ര വലതുപക്ഷ നയങ്ങൾ ഇസ്രായേലിനെ ആഭ്യന്തരമായി വലിയ തകർച്ചയിലേക്ക് എത്തിച്ചിരിക്കുകയാണെന്നും അതിനാൽ തന്നെ ഇസ്രായേൽ ഭരണകൂടത്തിന് ഇനി വലിയൊരു ഭാവിയില്ലെന്നും ഫഹദ് വിലയിരുത്തുന്നു.